ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ പോകുമ്പോൾ അതിന് ഫണ്ട് ചെയ്യുന്നതും ആ സംഭവങ്ങളൊക്കെ വലിയ സംഭവങ്ങളാക്കി മാറ്റുന്നത് ഈ ഗുജറാത്തി കമ്മ്യൂണിറ്റിക്ക് ഇഷ്ടം പോലെ. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ റൂം ചെക്ക് ഇൻ ചെയ്യുമ്പോൾ അമേരിക്കയിൽ ഹൈവേയുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തുള്ള സിറ്റികളായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഗുജറാത്തി കമ്മ്യൂണിറ്റികളാണ് ഇത് റൺ ചെയ്യുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, അവിടെ അതിനകത്ത് ഈ മോട്ടൽസിൻ്റെ അതിൻ്റെ അകത്തൊന്നും ഈ ഗുജറാത്തി ഇന്ത്യൻ ദൈവങ്ങളുടെ പടങ്ങളൊന്നും ഒരു വെക്കത്തില്ല. കാരണം അവർക്കറിയാം ഈ അമേരിക്കൻസ് എന്ന് പറയുന്നത് വല്ലാത്ത ആൾക്കാരാണ്. ചിലപ്പോൾ അവന്മാർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല, അടിച്ച് പിടിച്ച് ബഹളമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് അവർ ഈ സംഭവങ്ങൾ ഇന്ത്യൻ ദൈവങ്ങളുടെയും അതേപോലെ ലക്ഷ്മി, കൃഷ്ണൻ, ഈ സംഭവങ്ങളൊന്നും ഒരൊറ്റ ഒരു സാധനം അവിടെ വെക്കത്തില്ല. പ്യുവറായിട്ട് ഒരു അമേരിക്കൻ റണ്ണിങ് ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന രീതിയിലാണ് അവർ ഈ പറയുന്ന ഈ ബോട്ടൽസ് അവർ റൺ ചെയ്യുന്നത്. അപ്പം ഞാൻ പറയാൻ പോകുന്ന പോയിന്റ്, അപ്പം അതിനകത്ത് ഇപ്പോഴത്തെ വന്നിരിക്കുന്ന പല ആൾക്കാരും, അവിടെ ജോലിക്ക് പോയിരിക്കുന്ന പല ആളുകളും ഈ ഗുജറാത്തിൽ നിന്നും പോയ ആൾക്കാരാണ്. ഇവരധികം ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സ്. ആദ്യം ഒരാൾ വരുന്നു, പിന്നെ അവരുടെ ബന്ധുക്കൾ വരുന്നു, അയാളുടെ ഭാര്യ വരുന്നു, പിന്നെ 2 3 4 7 5 6 പേര് മതി. ഏകദേശം 10 60 70 റൂമുകളുള്ള ഒരു മോട്ടൽസ് റൺ ചെയ്യാൻ. കാരണം ഇവിടുത്തെ പോലല്ല അവിടെയുള്ള ആ സിസ്റ്റം. കാരണം ആ സിസ്റ്റത്തിനനുസരിച്ച് അത് റൺ ചെയ്യുമ്പോഴാണ് ഇവർക്ക് ലാഭം ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ റൺ ചെയ്യുന്ന ഈ സംഭവം ഈ ഗുജറാത്തുകളെ ഡയറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഗ്രീൻ കാർഡ് കംപ്ലീറ്റ്, അതായത് സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് അത് വെറ്റ് ചെയ്യാനും ഫിംഗർ പ്രിൻ്റ് ആണെങ്കിലും ബയോമെട്രിക് ആണെങ്കിലും അവരുടെ പഴയ സംഭവങ്ങളെ റെമിറ്റൻസ് ഇതുൾപ്പെടെ തപ്പാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ മനസ്സിലാക്കുക, ഏറ്റവും കൂടുതൽ ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സ് ഇന്ത്യക്കാരാണ്. വലിയൊരു ശതമാനം ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സും ഈ സാധനം ഇല്ലാതായിപ്പോകും. 100% ഉറപ്പായിട്ട് പറയാം. കാരണം അതാണ് അയാൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഇതാണ് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനെ ഞാൻ പല വീഡിയോയിൽ പറഞ്ഞു. ഇന്ത്യക്ക് അമേരിക്കയെ നേരിടാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഇല്ല. പക്ഷെ അമേരിക്കയ്ക്ക് ഇന്ത്യയെ എങ്ങനെ വരിഞ്ഞു മുറുക്കണം അവരുടെ കയ്യിൽ ഓപ്ഷൻ ഉണ്ട്. ഇതതിൻ്റെ കാര്യം. ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ഈ ട്രേഡുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അത് കഴിഞ്ഞ് അമേരിക്കയെ സൂചിപ്പിക്കാനുള്ള വെപ്പൺസ് ഓരോന്നായിട്ട് മേടിക്കുന്നു. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അമേരിക്കൻ വെപ്പൺസിന് ഗ്ലോബലി ഭയങ്കര ഡിമാൻഡ്.